ജന്മാദ്യസ്യേതോന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടത്തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തിയത് സൂര്യ തേജോവാരിമൃതാം നിധാവിനിമയോ യത്രത്തിസർഗോമുഷ താംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് പരീക്ഷത്തിൻ്റെ ജാതകം നോക്കുന്ന അതെല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു എന്നാണ്. ഇവിടെ പറഞ്ഞു, യാഥാത്മ്യോ മുനേർ വ്യാസസുധാദസു കിത്തേതന്വ ഗംഗായാം വ്യാസത്യാഗുതോഭയം. തക്ഷകനിൽ നിന്ന് മരണം കിട്ടും എന്നാണ് പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരു യോഗം കാണുന്നുണ്ട് വ്യാസസുധാത്. പക്ഷെ അതുകൊണ്ട് ഉയർച്ചയാണ് ഫലം. എന്താ? വ്യാസപുത്രനായ മുനിയിൽ നിന്ന്, വ്യാസപുത്രൻ ശുഗൻ, ജിജ്ഞാസിതാത്മയാഥാത്മ്യ, അറിയപ്പെടുവാൻ ആഗ്രഹിച്ച ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുകയും അത് കിട്ടുകയും ചെയ്യും. ആരിൽ നിന്ന്? ശുഗമഹർഷിയിൽ നിന്ന്. ആത്മജ്ഞാനമാണ് ലോകത്തിലെ ഏറ്റവും വേണ്ടത്. വേറെ അറിവുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. സർട്ടിഫിക്കറ്റ് അവിടെ വയ്ക്കാം, ജോലി നേടാം, ആൾക്കാരോട് പറയാം, ബോർഡിൽ എഴുതി വയ്ക്കാം എന്നല്ലാണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആത്മജ്ഞാനം, അതിനെക്കുറിച്ച് അറിയുമോ? അപ്പം അത് ഇവന് കിട്ടും. ഏറ്റവും വേണ്ടതായിട്ട് അറിവ് ശുഗമഹർഷിയിൽ നിന്ന് കിട്ടും. എന്നിട്ടോ ഇവിടെ പറയണം, ഏ നൃപ അസൗ ഇവൻ ഇതം, ഈ ശരീരത്തെ ഗംഗയിൽ ഉപേക്ഷിക്കും. ഭാഗവതം കേട്ടിട്ട് ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ചാൽ തന്നെ മോക്ഷ. വെറുതെ ഉപേക്ഷിച്ചാൽ തന്നെ മോക്ഷമാണ്. എന്നാൽ പിന്നെ ഭാഗവതം കേട്ടിട്ട് ഉപേക്ഷിച്ചാൽ പറയാനുണ്ടോ? ഗംഗായാം ഹിത്വ, ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ചിട്ട് അദ്ധ, വേഗം. അദ്ധ എന്ന് പറഞ്ഞാൽ വേഗം. എന്ത് പറയുന്നു? അകുതോ ഭയം, ഭയരഹിതമായിട്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കും. ഭയരഹിതമായിട്ടുള്ള സ്ഥാനം മോക്ഷം. ഈശ്വരനിലെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാ ഭയവും ഇല്ലാണ്ടാവും. അതുവരെ നമുക്ക് ഭയമാണ്. ആർക്കാ ഭയമില്ലാത്ത? വിമാനം പറത്തണ പൈലറ്റിന് ഭയമില്ലേ? വണ്ടി ഓടിക്കണ പൈലറ്റിന് ഭയമില്ലേ? ബസ് ഓടിക്കണ ഡ്രൈവർക്ക് ഭയമില്ലേ? ഇതൊന്നുമില്ലാത്തവർക്ക് ഭയമില്ലേ? ആർക്കാ ഭയമില്ലാത്ത? ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം ഭയം, ആശങ്ക, ദുഃഖം ഇതുണ്ട്. അപ്പം അതില്ലാണ്ടേക്കണ അറിവ് ഇവൻ ആരിൽ നിന്ന് നേടും? ശുഗമഹർഷിയിൽ നിന്ന് നേടും. ജിജ്ഞാസിതാത്മയാഥാത്മ്യോ മുനേർ വ്യാസസുധാദസോ, വ്യാസസുതനിൽ നിന്ന്. ഹിത്തേദം നൃപഗംഗായാം, ഇതം നമ്മുടെ കളയവർ ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ച് ഒരു ഭയവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. തക്ഷകം കടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയമാണ്. എല്ലാവർക്കും ഉണ്ട് വിഷഭയം, സർപ്പഭയം, ഇല്ലേ? അതുകൊണ്ട് ആ പാമ്പിനെ പൂജിക്കണതൊക്കെ നമ്മൾ. അതില്ലാണ്ടാവും. ഇതിരാജ്ഞ ഉപാദിശ്യ വിപ്രാജാതക കോവിദ ലബ്ധോപചിതയ സർവേ പ്രതിജഗ്മുസ്വകാൻ ഗൃഹാൻ. ജാതകത്തിൽ സമർത്ഥരാജവർ ഇതെല്ലാം പറഞ്ഞ് ഉപാദിശ്യ, ഇതെല്ലാം പറഞ്ഞുപദേശിച്ചിട്ട് അവരുടെ സ്ഥാനത്തേക്ക് പോയി. സ്വകാൻ ഗൃഹാൻ പ്രതിജഗ്മു, മടങ്ങിപ്പോയി. സ ഏഷ ലോകവിഖ്യാത പരീക്ഷിത് ഇതിയ പ്രഭോ ഗർഭേ ദൃഷ്ടമനുധ്യായൻ പരീക്ഷേത നരേഷിക. യഥാ ഏതൊന്നുകായിട്ട് ഗർഭത്തിൽ കണ്ടതായ ആ വിഷ്ണുവിനെ ഇങ്ങനെ എന്നെ നോക്കി, ആ രൂപം എവിടെയാണ്? പുറത്തേക്ക് വന്നു, പ്രസവിച്ചു വന്നു, നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആ രൂപത്തിന് ഒന്നും കൂടി ഒന്ന് കാണാൻ വല്ല വഴിയുണ്ടോ? ഭഗവാനെ ഒരിക്കൽ കണ്ടാൽ പിന്നെയും കാണാൻ തോന്നുന്നില്ലേ? ഏതൊരാൾക്കാ മറക്കാൻ സാധിക്കുക? ആർക്കാ കാണാൻ സാധിക്കുക? കണ്ടാലോ പിന്നെയും കാണണം. അപ്പം അങ്ങനെ നോക്കണം, കണ്ടവരൊക്കെ നോക്കണം. ഈ കുട്ടി വല്ലാണ്ടൊരു നോട്ടം. ആ ആളല്ലല്ലോ ഇത്, ആ ആളല്ലല്ലോ ഇത്, ആ ആളല്ലല്ലോ ഇത്, ഇതിങ്ങനെ നോക്കണ്ടേ ഈ കുട്ടി. എന്നിട്ടോ നരേഷു പരീക്ഷേത, എല്ലാ ആൾക്കാരെയും അതാണോ ഇതാണോ, അതാണോ ഇവൻ, അതാണോ ഇവൻ, അതാണോ ഇവൻ പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ടാണത്രേ പരീക്ഷിത്ത്. പ്രഭു സ ഏഷ ഇവൻ പരീക്ഷിത് ഇതി ലോകേഷു വിഖ്യാത. പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് പരീക്ഷിത്ത് എന്ന് ലോകത്തിൽ പ്രസിദ്ധനാകും. ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ പറഞ്ഞതാണ്.
എല്ലാവരെയും ഇവൻ ആ കണ്ട ആളാണോ എന്ന് ശങ്കിച്ച് നോക്കും. ഒന്നും കൂടി കാണാൻ ആഗ്രഹിച്ചിട്ട് കാണില്ല. അങ്ങനെ കാണാൻ പറ്റുമോ? ഒന്നങ്ങനെ കാണിച്ചു. അത് പരീക്ഷത്തിൻ്റെ മഹാഭാഗ്യം. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ശാപം അനുഗ്രഹമാണ്. ഈ ശാപം കിട്ടിയില്ലെങ്കിൽ ഭാഗവതം കേൾക്കുമോ? പരീക്ഷത്ത് കേൾക്കില്ല. ഒരു സംശയവും വേണ്ട. അദ്ദേഹം രാജ്യം ഭരിച്ചങ്ങനെ കഴിയുള്ളൂ. അപ്പോൾ ആ കൃഷ്ണനെ കണ്ടതുകൊണ്ട് എന്തുണ്ട്? കൃഷ്ണനിലെത്താനുള്ള അനുഗ്രഹം വേണം. അതിനൊരു കാരണമായി രാവണശാപത്രേ ഉള്ളൂ. മഹാഭാഗ്യമാണ് കിട്ടിയത്. കൃഷ്ണനെ കണ്ടിട്ട് ഇങ്ങോട്ട് പ്രസവിച്ച് വീഴുക ഭൂമിയിലേക്ക്. എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയേ ഉള്ളൂ. സരാജപുത്രോ വൃത ആശുശുക്ലൈവോടുബ ആപൂര്യമാണ് പിതൃപിക്കാട്ട ബിരുവസോന്വഹം. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഉപമയാണ്. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ ഇങ്ങനെ വലുതായി വലുതായി വരും. മാത്രമല്ല അത് കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യും അല്ലേ? ചന്ദ്രക്കല വീണ് വലിയ ചന്ദ്രക്കല കൂടുതൽ വലിയ ചന്ദ്രൻ വലിയ ചന്ദ്രൻ എന്നിങ്ങനെ വലുതിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം വെളുത്ത പക്ഷത്തിൽ കൂടും, കറുത്ത പക്ഷത്തിലോ കുറഞ്ഞിട്ടാണ് വരിക. ഇവിടെ വെളുത്ത പക്ഷത്തിൽ കൂടി 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 വരുന്നത് പോലെ ഉപമ. രാജപുത്ര, ആ രാജപുത്ര വർദ്ധിച്ചു, വലുതായി. വവൃഥേ വർദ്ധിച്ചു. വവൃഥേ ആശുശുക്ലൈവോടുവ. ആ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ വലുതാവുകയും ചെയ്തു, പ്രകാശം ഉണ്ടാവുകയും ചെയ്തു. കാഷ്ടാഭിരിവസോന്വഹം എന്ന് പറഞ്ഞാൽ കലകളാലും നിറയപ്പെടുന്നവനായിട്ട്, ചന്ദ്രനെ പോലെ കലകളാൽ നിറയുക, ചന്ദ്രൻ കലകളാൽ നിറയുക എന്നാണല്ലോ. ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ കലകൾ നിറയുക എന്ന് പറയുന്നത് പോലെ നിർത്തേയുള്ളൂ. അതുപോലെ വലുതായി. യക്ഷ്യമാണോ അശ്വമേധേന ജ്ഞാതിദ്രോഹം ജിഹാസയ രാജ അലബ്ധനോദിത്യാവന്യത്ര കരദണ്ഡയോ. ജ്ഞാതിദ്രോഹ ജിഹാസയ, ബന്ധുക്കൾ അതുപോലെ തന്നെ യാദവന്മാർ ഇവരെ സംഹരിച്ച് ശത്രുക്കളൊക്കെ മരിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്തു? അശ്വമേധം നടത്തുന്നവനായിട്ട്, അശ്വമേധം കൊണ്ട് യജിച്ച് രാജ ധർമ്മപുത്രൻ, ധർമ്മപുത്രൻ ഇവിടെ പറയണത്, ധർമ്മപുത്രൻ കരദണ്ഡയോ, ദണ്ഡശിക്ഷ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ധനം കൂടാതെ അലബ്ധധന, ലഭിക്കാത്ത ധനത്തോടു കൂടിയവനായിട്ട് ധ്യാനിച്ചു. ധർമ്മപുത്രൻ അതിന് ശേഷം എന്ത് ചെയ്തു എന്നാണ്. കുട്ടിയെ ജനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വംശവൃദ്ധികരായിരിക്കുന്ന നല്ല ഒരു ജനനം ഉണ്ടായി. അക്ഷരം കടിച്ച് മരിക്കുന്നുണ്ടെങ്കിലും അതൊരു നേട്ടമായിട്ട് എടുക്കണം. എന്താ കാരണം? ശീശുകുമാരിയിൽ നിന്ന് ഭാഗവതം കേൾക്കാത്തതാണ് നല്ല ജനനം എന്ന് പറഞ്ഞത്. അപ്പം ആ അശ്വമേധ എന്ന മഹായാഗം നടത്താൻ ആലോചിച്ച് അതിനു വേണ്ട ധനം എങ്ങനെ സമ്പാദിച്ചു? ദണ്ഡ്യന്മാരെ ദണ്ഡിക്കുന്നതിൽ നിന്ന് പിഴയായും മറ്റും വസൂലാക്കുക എന്നുള്ള ധനം കൊണ്ടല്ല. ചിലർ പറയുന്നുണ്ട് രാജസൂയത്തിന് അനന്തരമുണ്ടായ സംഭവങ്ങൾ, പാഞ്ചാലി അപമാനം, യുദ്ധം, ഇതൊക്കെ ആ പാണ്ഡവന്മാർ സമ്പാദിച്ച ധനം ശുദ്ധി കുറവാണെന്ന്. ഈ ഭാഗത്തിൽ അങ്ങനെ പറയേണ്ടത് തെറ്റാണത്, വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഈ പല പുരാണങ്ങൾ നമ്മൾ വായിക്കരുത് എന്ന് പറയുന്നത്. ഇവിടെ പറയണത് അങ്ങനെയല്ല. അശ്വമേധയാഗമാണെങ്കിലും വേറെ യാഗമാണെങ്കിലും ധർമ്മപുത്രരുടെ ന്യായമായ ധനം കൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. അണ്ണോത്തർ എന്ന് പറഞ്ഞാൽ തന്നെ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. അന്യായമായി സമ്പാദിച്ച പണം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം യജ്ഞം നടത്തുക? ഒരു യാഗവും ധർമ്മപുത്രർ നടത്തിയിട്ടില്ല അന്യായ ധനം കൊണ്ട്. തെറ്റ്. കൂടെയുള്ളത് കൃഷ്ണനാണ്. ധർമ്മപുത്രർ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. ഇവരൊക്കെ ധർമ്മം നോക്കണവരാ. പിന്നെ ആളുകളെ ദ്രോഹിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് യാഗം നടത്തുമോ? അങ്ങനെ യാഗം നടത്തിയിട്ട് എന്താ ഒരു കാര്യം? ഇന്നത്തെ രാജാക്കന്മാർക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഏത് വിധത്തിലും നികുതി പിരിച്ചെടുത്ത് ജനങ്ങളെ ദ്രോഹിച്ച് കാശുണ്ടാക്കണം, അത്രയേ ഉള്ളൂ. എന്താ കഥ? സാമൂഹ്യ പെൻഷനൊക്കെ 2000 ആക്കി എന്നൊക്കെ കേട്ടാൽ നമുക്ക് അവരെ പോയിട്ട് നമസ്കരിക്കാനോ സ്നേഹം കൊണ്ട് കടിച്ച് തിന്നാനോ ഒക്കെ ചിലപ്പോൾ തോന്നും. ആൾക്കാരുടെ മണ്ടയ്ക്ക് വെച്ചിട്ടാണത്. ആൾക്കാരുടെ മണ്ടയിൽ നിന്ന് പൈസ എടുക്കാൻ ആൾക്കാരുടെ 2000 റുപ്യ ആക്കാൻ പറ്റുമോ? രാഷ്ട്രീയം അറിയല്ലോ കേട്ടോ. ഇവരൊക്കെ ജനങ്ങളുടെ പൈസ തന്നെ കൊടുക്കണം, അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്നുമല്ല. അപ്പം ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവുമെന്ന് നോക്കലൊന്നുമില്ല.
പക്ഷേ പണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ധർമ്മപുത്രർ അന്യായമായിട്ട് ധനം ആർജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാജസൂയ നടത്തിയത്. പാഞ്ചാലി വസ്ത്രാക്ഷേപം ഉണ്ടായത്, യുദ്ധം ഉണ്ടായതെന്നൊക്കെ പറയും വെറുതെ തെറ്റായ ഒരു വേർഷനാണത്. ധർമ്മപുത്രർ അന്യായമായിട്ട് ധനം സമ്പാദിച്ചത് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഭാഗവതം. അതായത് ശിക്ഷ പിഴ ഈടാക്കിയിട്ട് ആ പിഴ കൊണ്ട് കാശുണ്ടാക്കുക, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. അത് അവരുടെ മനസ്താപം ഉണ്ടാവും ഇല്ലേ. 4000 റുപ്യ ഫൈനിട്ടാൽ സന്തോഷിച്ചിട്ട് ആരെങ്കിലും കൊടുക്കുമോ? അപ്പം അവരുടെ മനസ്താപം കൊണ്ട് അങ്ങനെ പൈസ സമ്പാദിക്കാതെ രാജ അലബ്ധധനോദന്ധ്യ അന്യത്ര കരദണ്ഡയോ എന്ന് പറഞ്ഞാൽ അവിടെ പിഴ കൊണ്ടുണ്ടാക്കിയ ധനം അല്ല, അങ്ങനെ അല്ലാണ്ടാണ് ധനം ഉണ്ടാക്കിയത്. അലബ്ധധനോ പ്രകാരം തെറ്റായ മാർഗത്തിൽ കൂടെ പണം സമ്പാദിക്കാതെ ശരിയായ മാർഗത്തിൽ കൂടെ പണം സമ്പാദിച്ച് രാജസൂയാദി അശ്വമേധാദികളൊക്കെ നടത്തി. തദപി പ്രേതമാലക്ഷ്യപ്രാതരോച്യുതചോദിത ധനം പ്രഹീണം ആചക്തിർ ഉദീച്ചാം ദിശി ഭൂരിശ. തദപി പ്രേതം അവൻ്റെ അഭിപ്രായത്തെ ആലക്ഷ്യ അറിഞ്ഞിട്ട് ഭ്രാതര സഹോദരന്മാർ അച്യുത ചോദിത കൃഷ്ണൻ്റെ പ്രേരണ കൊണ്ട് വടക്ക് ദിക്കിൽ ഉദീചി എന്ന് പറഞ്ഞാൽ വടക്ക്, പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്, പടിഞ്ഞാറ് പശ്ചിമം, ഉദീച്ചാം ദിശി വടക്കേ ദിക്കിൽ ഭൂരിഷ അനേകമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടതായ ധനത്തെ ആഹരിച്ചു. ഇത് പറയാണ് വടക്ക് ദിക്കിൽ മരുത്തൻ എന്ന മഹാരാജാവ് യാഗത്തിൽ ഉപേക്ഷിച്ച സ്വർണ്ണപാത്രങ്ങൾ മുതലായവ ശേഖരിച്ച് ധനം കൊണ്ടുവന്നു. അത് തെറ്റല്ല എന്നാണ്. മരുത്തൻ ഒരു രാജാവ് ആയിരുന്നു, വളരെ ധനികനായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ധാരാളം സ്വർണം പാത്രങ്ങൾ ഈ യാഗത്തിൽ ഉപയോഗിക്കും. എന്നിട്ട് അത് ഉപേക്ഷിച്ച് പോവുക ചെയ്യുക. അത് തിരിച്ച് കൊണ്ടുവരരുത് എന്നാണ്. യാഗത്തിന് കൊണ്ടുപോയിട്ടുള്ള ധനം ഒന്നും തന്നെ കൊണ്ടുവരരുത്, അവിടെ ഇട്ട് പോരണം. ആവശ്യക്കാർക്ക് എടുക്കാം, യജ്ഞാചാര്യന് എടുക്കാം എന്നൊക്കെയാണ് പണ്ടത്തെ നിയമം. അവിടെ അവശേഷിച്ചതൊക്കെ യജ്ഞാചാര്യനുള്ളതാണ്. അയാൾക്ക് വേണ്ടെങ്കിലോ ആർക്കാ ആവശ്യം അവർക്കെടുക്കാം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മരുത്തൻ മുതലായിട്ടുള്ളൊരു ഉപേക്ഷിച്ചതായിട്ടുള്ള സ്വർണ്ണ പാത്രങ്ങൾ പലതും ശേഖരിച്ചു. അത് അർഹതപ്പെട്ടതാണ്, അതിൽ തെറ്റില്ല. ആരുടെ അല്ലല്ലോ, രാജാവ് ഉപേക്ഷിച്ചതാണ്. ധനം പ്രഹീണമാചക്തിരുദീച്ചാന്തിശി ഭൂരിശ വടക്കു ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട ധനം സ്വീകരിച്ചു. അന്യായമായിട്ടോ തെറ്റ് ചെയ്തതിന് പിഴയായിട്ടോ പണം സമ്പാദിച്ചില്ല. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേത്തെ തിബിർബീതോ യജ്ഞേ സമയജത് ഹരിം. സമയജത്ത് പ്ലസ് ഹരി, സമയജത് ധരി, ഹരിയാണ് അവിടെ കൂടി ചേരുമ്പോൾ ധരി ആവുകയാണ്. സമയജത് പ്ലസ് ഹരിം. അങ്ങനെ 3 അശ്വമേധയാഗങ്ങളെ കൊണ്ട് ഹരിയെ ഭജിച്ചു. വാജിമേധം അശ്വമേധം. വാജി പറഞ്ഞാൽ കുതിര, അശ്വമേധം അശ്വം എന്ന് പറഞ്ഞാലും കുതിരയാണല്ലോ. വാജിമേധം തന്നെയാണ് അശ്വമേധം. അശ്വമേധയാഗങ്ങൾ ത്രിഭി 3 കൊണ്ട് ചേരുമ്പോഴാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ അവിടെ ഇല്ല. അശ്വമേധേ പ്ലസ് സ്ത്രീ കൂടുമ്പോൾ എന്തായി? സ്ത്രീയായി. സ്ത്രീഭിർ സമേജത് ഹരി, ആ ഹരിയെ യജിച്ചു. തേന സംഭൃത സംഭാരോ അങ്ങനെ സമ്പാദിച്ച വസ്തുക്കളെ കൊണ്ട് മരുത്തൻ മുതലായിട്ടൊരു ഉപേക്ഷിച്ചത് കൊണ്ട് ധർമ്മപുത്രോ യുധിഷ്ഠിര ധർമ്മപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ വാജിമേധം 3 കൊണ്ട് ഹരിയെ ഭജിച്ചു. ന്യായമായ ധനം കൊണ്ട് തന്നെയാണ് യജിച്ചത്. ആഹൂതോ ഭഗവാന്റെ ആജ്ഞായ ജയിത്വാതിജയത് നൃപ ഉവാസകതിശിന്മാസാൻ സുഹൃതാം പ്രിയകാമ്യയ. രാജാവിനാൽ ആഹൂത, രാജ്ഞ ആഹൂത ഭഗവാൻ, രാജാവിനാൽ വിളിക്കപ്പെട്ടതായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ ദിജയ് ബ്രാഹ്മണരെ കൊണ്ട്, ത്രിജൻ ബ്രാഹ്മണരെ കൊണ്ട് നൃപം രാജാവിനെ യജിപ്പിച്ചിട്ട് യാഗങ്ങളെ നിർവിഘ്നം നടത്തി തരാൻ കരുണയുണ്ടാവണം എന്ന് ശ്രീകൃഷ്ണനെ ക്ഷണിച്ചു വരുത്തി. രാജാവിനാൽ ആഹ്വാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ അവിടെ വന്നു. എന്നിട്ടോ ഭഗവാന്റെ മേൽനോട്ടത്തിൽ, ഭഗവാന്റെ മേൽനോട്ടം ഉണ്ടായാൽ പിന്നെ പറയാണ്ടോ, അത് നന്നാവും, സംശയമൊന്നുമില്ല. ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു. ഭഗവാൻ അവിടെ ഉണ്ടായാൽ മതി, പിന്നെ അവിടെ വല്ല കോട്ടവും വരുമോ?
എന്നിട്ടോ സുഹൃതാം പ്രിയകാമ്യയാ, സുഹൃത്തുക്കളുടെ പ്രിയകാംക്ഷ കൊണ്ട് കുറേ മാസങ്ങൾ അവിടെ വസിച്ചു. യാഗങ്ങൾ നിർവിഘ്നം നടത്തിത്തരാൻ രാജസൂയൊക്കെ പെടും. അധികം അശ്വമേധമാണ് ഇവിടെ പറഞ്ഞത്. എങ്കിലും ഇഷ്ടത്തെ അനുസരിച്ചിട്ട് ഭഗവാൻ കുറച്ച് അവിടെ വാസിച്ചു. വാസകതിജിത് മാസാൻ. ഭഗവാനെ പിന്നെ പോവുക, 2 ദിവസം കൂടി ഇവിടെ ഇരിക്കുമോ? ഭഗവാനിപ്പോൾ ഭക്തന്മാരുടെ അടുത്തിരിക്കാൻ എന്നെ ഇഷ്ടമായി. തൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പം എന്തുണ്ടാവാനാ? ഭക്തന്മാരുടെ അടുത്തിരിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാണ്ടേവ? നമുക്കും കൂടി നമ്മളെ ബഹുമാനിക്കുന്നവരുടെ അടുത്തിരിക്കാൻ ഇഷ്ടമല്ലേ? പിന്നെ വേണ്ടേ ഇപ്പോൾ ഭഗവാൻ? അപ്പോൾ ആ ഭക്തന്മാർ അവിടെ വസിക്കാൻ പറഞ്ഞപ്പോൾ വാസകതിജിത് മാസാൻ, യാഗങ്ങളൊക്കെ നടത്തിയല്ലോ, 3 യാഗം എന്ന് പറഞ്ഞു. അവിടെ കുറച്ചങ്ങനെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് വസിച്ചു. യാഗമൊക്കെ ക്ഷേമമായിട്ട് നടത്തുകയും ചെയ്തു. ഭഗവാന്റെ മേൽനോട്ടത്തിലായതുകൊണ്ട് എല്ലാ യാഗവും ശരിക്കും പൂർണ്ണമായി. ഒരു കുറവ് എവിടെയില്ല. തതോരാജ്ഞാപ്യനുജ്ഞാത കൃഷ്ണയാസകബന്ധുഹേ യോദാരവതിം ബ്രഹ്മൻ സാർജുനോ ഇത് വിർവൃത. അനന്തരം തഥാ രാജാവിനാലും, പാസീവാണ്, രാജാവിനാലും കൃഷ്ണയാസകബന്ധുബി, പാഞ്ചാലി സഹിതന്മാരായ ബന്ധുക്കളാലും, കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയാണ്, കൃഷ്ണയാ സഹ ബന്ധുവി, പാഞ്ചാലിയോട് കൂടിയ ബന്ധുക്കളാലും അഭ്യനുജ്ഞാത, അനുജ്ഞ നൽകപ്പെട്ടതായിട്ട്. ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഭഗവാന് ദ്വാരകയിലേക്ക് പോകണ്ടേ? അവിടെ എത്ര പത്നിമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് അതാണല്ലോ തൻ്റെ വാസം, അങ്ങോട്ട് പോകണം. അനുജ്ഞ നിന്നാൽ ശരി. ഭഗവാൻ ഇപ്പം മനസ്സോടു കൂടി യാത്രയാക്കി. ഭഗവാനെ അയക്കാണ്ടോ? ആർക്കെങ്കിലും മനസ്സ് വരുന്നു? യദുബിർ വൃത, യദുക്കളാൽ ചുറ്റപ്പെട്ടിട്ട് അർജുന സഹിതനായിട്ട് അല്ലയോ ശൗനകാദികളെ ദ്വാരകയെ പ്രാപിച്ചു. അർജുനൻ കൂടെ ഉണ്ട് എപ്പോഴെന്നാണ്. അർജുനൻ കൃഷ്ണൻ്റെ കൂടെ തൈള് പോലെ ഉണ്ടാവും. തതോരാജ്ഞാഭ്യനുജ്ഞാത, രാജാവിനാൽ അനുജ്ഞ നൽകി. പാഞ്ചാലിയും കൊടുത്തു, അനുജ്ഞ കൊടുത്തു. എന്നാൽ ശരി, പോകാണ്ട് പറ്റില്ലല്ലോ, ഭഗവാനെ കൊണ്ട് ഞങ്ങളെ യാത്രയാക്കുകയാണ്, സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല യാത്രയാക്കാൻ എന്ന ഭാവത്തിൽ യാത്ര അയച്ചു. കൃഷ്ണം പിരിയ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, പോണ പോലെയാണ്. തതോരാജ്ഞാപ്യനുജ്ഞാത കൃഷ്ണയാസകബന്ധവി, കൃഷ്ണ പാഞ്ചാലി യോദാരവതിം ബ്രഹ്മൻ സാർജുനോ ഇത് വിർവൃത, അർജുനോട് കൂടിയിട്ടും യദുക്കളോട് കൂടിയിട്ടും തൻ്റെ ഗൃഹമായിട്ടുള്ള ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം കൊണ്ട് അവസാനിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ പാരായണം ഒന്ന് നോക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പന്ത്രണ്ടാം അധ്യായം അല്ലേ. ശൗനക ഉവാച അശ്വത്ഥാനോപസൃഷ്ടേന ബ്രഹ്മശിഷ്ണോരു തേജസ ഉത്തരായാഹതോ ഗർഭ ഈശേന ജീവിത പുനഃ തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മന നിധനം ച യദേവാസീത് സ പ്രേത്യ ഗതവാന്യഥ. നിധനം ച യദേവാസീത് സ എന്ന് വായിക്കരുത്, വൃത്തം തെറ്റി. നിധനം ച യദേവാസീത് മുറിക്കണം. അവിടെ മുറിച്ചാലേ ആ അടുത്ത വരി ശരിയാവുള്ളൂ. സപ്രീത്യഗതവാന്യത, സപ്രീത്യഗതവാന്യത. നിധനം ച യദേവാസീത് സപ്രീത്യഗതവാൻ, യദേവാസീത് സ എന്ന് വെച്ചാൽ തെറ്റും. നിയമം ച നിധനം ച യദേവാസീത് സപ്രീത്യഗതവാന്യത. തദിദം ചോദ്യമിച്ഛാമോ ഗതിതും വിധിമന്യസേ പ്രോഹിനശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനമദാംശുക. സൂത ഉവാച അപീപലധർമ്മരാജ പിതൃവത്യഞ്ജയം പ്രജാഃ വിപ്രകർത്തർവകാമേഭ്യ കൃഷ്ണപാദാബ്ജസേവയാ സമ്പദകൃതവോ ലോകാമഹിം പ്രാതരോ മഹിം ജംബൂദ്വീപാധിപത്യം ച യശശ്ചത്തി ദിവംഗതം കിന്തേ കാമാഃ സുരസ്പാർഹാഃ മുകുന്ദമനസോദ്വിജാ അതിജഗ്മുദന്യാക്ഷിഡിതസ്യ യദേതരേ മാതൃഗർഭഗതോ വീരസ്തത്തദാ ഭൃഗുനന്ദന ദദച്ഛ പുരുഷം ഗഞ്ചിൽ ദഹ്യമാനോത്ര തേജസാം
അങ്കുട്ടമാത്രം അമലപുരത്പുരടപോലിനം അഭീച്ചദർശനം ശ്യാമം തടിദ്വാസമച്യുതം ശ്രീമദ് ദീർഘചതുർബാഹും തപ്തകാഞ്ചന കുണ്ടലം ക്ഷതചാക്ഷം ഗതാപാണിരാത്മനർത്തർവതോ ദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗതാമുഹു അസ്ത്രതേജ സ്വഗതയാ നീഹാരം ഇവ ഗോപതി പിതബന്ധം സന്നികക്ഷേ പര്യക്ഷതകൈത്യസോ വിധൂയത്തതമേ ആത്മാ ഭഗവാൻ ധർമ്മഗോ വിഭോ വിശദോ ദശമാസസ്യ തത്രൈവാന്തദേഹരി തതസർവഗുണോദർക്കേസാനുകൂലഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോ ഭൂയ പാണ്ഡുരിവോജസാ തസ്യ പ്രീതമനാ രാജ വിപ്രയർത്തോമ്യകൃപാതിബീജാതഗംഗാരയാമാസവാചയിത്വാ ച മംഗളം ഹിരണ്യങ്കാം മഹീംഗ്രാമാങ്കർത്തച്ചാർവതിർവരാൻ പ്രാതാത് സ്വന്നം ച വിപ്രേഭ്യ പ്രാതാത് സ്വന്നം 3 കൂട്ടക്ഷരമുണ്ട്, 3 അക്ഷര ത സ വ. പ്രാതാത് സ്വന്നം ഒന്നും മുറിക്കുക, പ്രാതാത് സ്വന്നം അല്ലെങ്കിൽ പ്രാതാത് സ്വന്നം വായിക്കണം. അപ്പം മാവിൻ്റെ ട്രെയിനാവും. പ്രാതാത് ഇവിടെ തായുടെ പകുതിയുണ്ട്. പ്രാതാത് സ്വന്നം ച വിപ്രേഭ്യ 3 അക്ഷരം കൂടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഒന്ന് മുറിക്കുക. പ്രാതാത് സ്വന്നം ച വിപ്രേഭ്യ പ്രജാതിത്തെ തീർത്ഥവൽ തമോച ബ്രാഹ്മണാ തുഷ്ട രാജൻ രാജാനം പ്രശ്രയാന്വിതം ഏഷക്യത്നം പ്രജാതന്തൗ പുരൂണാംബോരവർഷഭ ദേവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേക്ഷീരാധോനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണു എന്ന ശക്തൻ, വിഷ്ണു എന്ന വിഷ്ണു, ശക്തനായ വിഷ്ണുവാണ് പ്രഭവിഷ്ണു. തസ്മാന്നാംന വിഷ്ണുരാത ഇതി ലോകേ മൃഗച്ഛവ ഭവിഷ്യദിന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ യുധിഷ്ഠിരൗവാച അപ്യേഷ വംശാൻ രാജശ്രീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തിത യശസ സാധുവാദേന തത്തമാ ബ്രാഹ്മണാവൂജു. ഫലം പറയണം. പാർത്ഥപ്രജാവിദാക്ഷാദിച്വാ ഗുരുവമാനവാ ബ്രഹ്മണ്യസത്തസന്തശ്ചരാമോ ദാശരതിർ യഥാ ഏഷദാദാശരണ്യച്ഛേദാ കവിഷീ നരശിബി യശോ വിധനിതാ സ്വാനം ദൗഷ്യന്തിരിവൈജ്വന ദൗഷ്യന്തി ദുഷ്യന്തൻ്റെ മകൻ തന്നിനാമഗ്നീരേഷത്തുല്യച്ചാർച്ചനയോർദ്ധയോ ഹുദാശയവ ദുർദർഷ സമുദ്രേവ ദുസ്തര മൃഗേന്ദ്രവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ സ്ഥിതിഷ്വത്പഥദേവാസോ സഹിഷ്ണു പിതരാവിവ പിതാമക സമസ്സ അമ്മീ പ്രസാദേ ഗിരിശോപമാശയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ സർവസർഗുണമാഹാത്മേഷ കൃഷ്ണമനുവ്രത രന്തിദേവ യുവോദാരോയാതിരിവധാർമ്മിക വൃത്യാ ബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹദേശോ അശ്വമേധാനാം ശ്വമേധല്ല അശ്വമേധം. ശ്വ എന്ന് പറഞ്ഞാൽ ശ്വാവാണെന്നായി അപകടാവർത്ഥം. അശ്വമേധം എന്ന് വായിക്കണം അവിടെ. ആഹദേശു അശ്വമേധാനാം വൃദ്ധാനാം അശ്വമേധം പൈര്യുപാസക രാജശ്രീണാഞ്ജനയിതാശാസ്താചോത്പദഗാമിന നിഗ്രഹീത കലേരേഷ ഭൂഗോധർമ്മസ്യ കാരണാത് തക്ഷകാതാത്മനോ മൃത്യം ദ്വിജപുത്രോപസർജിതാത് പ്രപത്സ്യത. അവിടെ 3 അക്ഷര കൂട്ടക്ഷരം, 3 അക്ഷരമുണ്ട്. പ്രപത് സ്യത. അത്ര എളുപ്പം കഴിഞ്ഞ് എളുപ്പമാണ്. 3 എന്നിടത്തൊന്ന് മാറ്റുക. പ്രപത് സ്യത പ്രപത് സ്യത സുഭശ്രുത്യ മുക്തസംഗം പദേ സംഘ പദം ഹരേ ജിജ്ഞാസിതാത്മയാതാത്മ്യോ. അവിടെ 3 അക്ഷരമുണ്ട്. ആത്മ്യോ മുനേർവ്യാസസുധാദസോ ഇത്തേതദ്വഗംഗായാം യാസ്യത്താകുതോ വയം ഇതിരാജ്ഞമുപാദിച്ച വിപ്രാജാതകോവിദാ ലത്താപജിതയ സർവേ പ്രജഗ്മുസ്വകാംഗൃഹാൻ സേഷ ലോകേ വിഖ്യാത പരീക്ഷിതിയ പ്രഭു. പരീക്ഷിത് ഇതി പരീക്ഷിതി. ഇവിടെ പരീക്ഷിതി എന്ന് ചെല്ലാൻ കിട്ടില്ല. പരീക്ഷിതി എല്ലാം കിട്ടും. അപ്പോൾ പരീക്ഷിത് ഇതി ചില മുറിച്ചാൽ വേഗമാവും. പരീക്ഷിത് ഇതി യത് പ്രഭു ഗർഭേ ദുഷ്ടമനുധ്യായൻ പരീക്ഷേത നരേഷിഹ സ രാജപുത്രോ വൃതേ ആശുശുക്ലൈവോടുഭാഭൂര്യമാണ് പിതൃഭേ കാട്ടാവിരിവസോന്വഹാം. യക്ഷ്യമാണോ അശ്വമേധേന. വീണ്ടും യക്ഷ്യമാണോ അശ്വമേധേന, ശ്വമേധേനല്ല അശ്വമേധേന ജ്ഞാതിദ്രോഗജിഗാതയാ രാജ അലബ്ധധനോ. ലബ്ധധനോ അല്ല കേട്ടോ. രാജ അലബ്ധധനോ പണം ഉണ്ടാക്കിയില്ല. എങ്ങനെ ഉണ്ടാക്കിയില്ല? ശരിയല്ലാത്ത മാർഗത്തു കൂടെ ഉണ്ടാക്കിയില്ല, ശരിയായ മാർഗത്തു കൂടെ ഉണ്ടാക്കി. അപ്പം രാജ അലബ്ധധനോ ദത്യാവന്യത്ര കരദണ്ഡയോ തദഭിപ്രേതമാലക്ഷ്യപ്രാതരോച്ചിതചോദിത ധനം പ്രഹീണം ആജഹൃ ഉദീച്ച ദിശി ഭൂരിഷ ആജഹ്രു. ഹ എന്നുള്ളത് ഹ്ര എന്നാക്കണം. ഹ്രു ആജഹ്രു ഉദീച്ച ദിശി ഭൂരിഷ തേന സംഭൃത സംഭാരോ
ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേതേ ത്രിഭിർഭീതോ യജ്ഞേ സമയജത് ഹരിം. സമയജത് പ്ലസ് ഹരിം, സമയധ എന്ന് വരാൻ കാരണം സമയജത് പ്ലസ് ഹ, സമയജത് ഹരിം. ആഹൂതോ ഭഗവാൻ യാജയിത്വാദിജത് ബ്രഹ്മവാസകരജിന്മാസാൻ സുഹൃതാംബ്രിയകാമ്യയാ തതോ രാജ്ഞാപ്യനുജ്ഞാത കൃഷ്ണയാ സഖബന്ധുഭി അയോധാരവധിം ബ്രഹ്മൻ സാക്ഷിനോ യതുഭിർവൃത. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹം സംവിധായാം പ്രഥമസ്കന്ധേ നൈമിഷയോ വാക്യാനി പരീക്ഷിജന്മാദുത്കർഷോ നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.